ഞാൻ ഇന്ന് പരിചയപ്പെടുത്തുന്നത് 2 പെർഫ്യൂമാണ്. ലത്താഫ ഖംറയും ലത്താഫ ഖംറ ദുഖാനും. ഈ 2 പെർഫ്യൂംസും എല്ലാവർക്കും ഫെമിലിയർ ആയിട്ടുള്ള പെർഫ്യൂമാണ്. എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനിൽ ഞാനിത് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് അറൗണ്ട് 4 months ആയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനിൽ കൂടുതൽ ലാസ്റ്റിംഗ് ആയാലും പ്രൊജക്ഷൻ ആയാലും കോംപ്ലിമെൻ്റ് കിട്ടുന്നൊരു പെർഫ്യൂം ആയാലും ലത്താഫ ഖംറയാണ്. ഖംറയിൽ വരുന്ന മെയിനായിട്ടുള്ള ഒരു നോട്ട്സ് എന്ന് പറയുന്നത് ഡേറ്റ്സ്, സിനമണ്, അതുപോലെ വാനില, പിന്നെ ചെറിയൊരു സാൻഡൽവുഡിൻ്റെ ഒരു സ്മെല്ല് കയറി വരുന്നുണ്ടോ എന്നൊരു സംശയമുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊരു പെർഫ്യൂം തന്നെയാണ് ഖംറ. ഒരു നീഷ് പെർഫ്യൂമിൻ്റെ ഒരു ഫീലിംഗാണ് അത് അടിച്ചു കഴിഞ്ഞാൽ. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണെങ്കിൽ കൂടെ ഒരു നീഷ് പെർഫ്യൂം ലെവലാണ് അത് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. പക്ഷേ ദുഖാൻ അങ്ങനെയല്ല. ദുഖാൻ ഒരു സ്മോക്കി എഫക്റ്റുള്ളൊരു പെർഫ്യൂമാണ്. അതിൽ കൂടുതലായിട്ടും നമുക്ക് കാണാൻ പറ്റുന്നത് ഒരു റെഡ് ചില്ലി നമ്മളൊരു ഫ്ലോർ മില്ലിൽ കൊടുത്ത് പൊടിച്ചെടുത്ത് കഴിഞ്ഞാലുള്ളൊരു സ്മെല്ലില്ലേ, അതും പിന്നെ ഒരു ഓറഞ്ച്, പച്ചോലി, ടൊബാക്കോ ഇതൊക്കെ മിക്സായിട്ട് വരുന്നൊരു സ്മോക്കി ഫ്ലേവറുള്ളൊരു പെർഫ്യൂമാണ് ദുഖാൻ. എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമായുള്ളത് നോർമൽ ലത്താഫ ഖംറയാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ എഴുതി അറിയിക്കുക.